പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മീനിങ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഒരു നല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലക്കങ്ങളിൽ നമ്മൾ ഓർഗനൈസിങ് എന്നുള്ള മീനിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിന് തുടർച്ചയായിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ലക്കം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഔട്ട്കം ഓഫ് ദി ഓർഗനൈസിങ് പ്രോസസ്സ്. അപ്പോൾ ഓർഗനൈസിങ് എന്താണ്, ഓർഗനൈസിങ് പ്രോസസ്സ് എന്താണ്, അതിലെ സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആ ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ ഔട്ട്കം, റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിത്തീരുന്ന റിസൾട്ട്, ഔട്ട്പുട്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സംഘടന അല്ലെങ്കിൽ സംഘടനാ സംവിധാനം എന്നുള്ളത്. ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളതെല്ലാം ഓർഗാനിസം എന്ന വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഓർഗാനിസം, ആ ഓർഗാനിസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ട്രക്ചർ വിത്ത് വേരിയസ് പാർട്സ്, പല ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഘടന, സ്ട്രക്ചർ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ മീൻസ് ദ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് വേരിയസ് കോമ്പണൻറ്റ്സ് ഓർ പാർട്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിലെ, ഒരു സ്ഥാപനത്തിലെ, ഒരു സംരംഭത്തിലെ വ്യത്യസ്ത ഘടകങ്ങളുടെ, കോമ്പണൻറ്റ്സ് ഓർ പാർട്സ്, വ്യത്യസ്ത ഘടകങ്ങളുടെ അല്ലെങ്കിൽ പൊസിഷനുകളുടെ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ, ആക്ടിവിറ്റീസിൻ്റെ, അവയ്ക്കിടയിലുള്ള ബന്ധത്തിൻ്റെ, റിലേഷൻഷിപ്പിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ ഘടനയെ സൂചിപ്പിക്കുന്നതാണ്. ആ ഘടനയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ ഫ്രെയിംവർക്ക് within which managerial and operating tasks are performed. It is a organization structure is the framework within which managerial and operating tasks are performed. മാനേജീരിയൽ അതുപോലെ തന്നെ പ്രവർത്തനാത്മക, മാനേജീരിയൽ പ്രവർത്തനങ്ങളും ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങളും ടാസ്കുകളുമെല്ലാം പെർഫോം ചെയ്യുന്ന, ടോപ്പ് ലെവലിലും ലോവർ ലെവലിലുമുള്ള എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് എന്ത്? അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു ചട്ടക്കൂടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത്. ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ്. അതായത് ജോലിക്കാർ, ജോലി, റിസോഴ്സുകൾ, ഇവൾക്കിടയിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഘടനയാണ്, ഫ്രെയിം വർക്കാണ്, പാറ്റേൺ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം നോക്കാം. എ കമ്പനി ദാറ്റ് സെൽസ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. ഒരു ധാരാളം വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റുകളിൽ പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തുന്ന ഒരു കമ്പനി മേ ഓർഗനൈസ്, അവർ സംഘടിപ്പിച്ചേക്കാം ദെയർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അവരുടെ സ്ഥാപന ഘടന, സംഘടനയുടെ ഘടന, ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ട്സ് ദേ ഡീൽ ഓർ ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ ദേ ഓപ്പറേറ്റ്. ഒന്നുകിൽ അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഡിറ്റർജൻറ്റ്സ് അതൊരു സെക്ഷൻ, കോസ്മെറ്റിക്സ് മറ്റൊരു സെക്ഷൻ, ജ്വൽസ് മറ്റൊരു സെക്ഷൻ, ക്ലോത്ത്സ് ഡ്രസ്സിങ് ഐറ്റംസ് മറ്റൊരു സെക്ഷൻ, ഇനി ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ ബേക്കറി ഐറ്റംസ് അതൊരു സെക്ഷൻ. അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കാം. അതല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഏരിയ, ജിയോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ നോർത്തേൺ ഏരിയ, സെൻട്രൽ ഏരിയ, സതേൺ ഏരിയ, നോർത്ത് സെൻട്രൽ ഏരിയ, അങ്ങനെ അവർ പ്രവർത്തിക്കുന്ന ഏരിയ അനുസരിച്ചോ അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്ത പ്രൊഡക്റ്റുകൾക്കനുസരിച്ചോ അവരെന്താണ്, അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അവർ ഫോം ചെയ്തേക്കാം. ഇറ്റ് അലൗസ് കോറിലേഷൻ ആൻഡ് കോർഡിനേഷൻ among human, physical and financial resources, and this enables a business enterprise to accomplish desired goals. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് എന്നുള്ളത് ആ സ്ഥാപനത്തിലെ വ്യത്യസ്ത വിഭവങ്ങൾക്കിടയിൽ, അതായത് ഹ്യൂമൻ വിഭവങ്ങളാവട്ടെ, ഫിസിക്കൽ വിഭവങ്ങളാവട്ടെ, ഫൈനാൻഷ്യൽ വിഭവങ്ങളാവട്ടെ, അവയ്ക്കിടയിൽ ഒരു പരസ്പര ബന്ധവും ഏകോപനവും, കോറിലേഷൻ ആൻഡ് കോർഡിനേഷൻ, അത് സാധ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ അതിലൂടെ ദിസ് എനേബിൾസ്, ഇത് സഹായിക്കുന്നു എ ബിസിനസ് എൻ്റർപ്രൈസ്, ഒരു ബിസിനസ് സ്ഥാപനത്തെ ടു അക്കംപ്ലിഷ് ഇറ്റ്സ് ഡിസൈഡ് ഗോൾസ്, എന്താണോ അത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ അത് ലക്ഷ്യം വെക്കുന്നത്, ആ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന്, പൂർത്തിയാക്കുന്നതിന് അത് സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലടക്കം സൂചിപ്പിച്ചതുപോലെ സാധാരണയായി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ രണ്ട് തരത്തിലാണ്, 2 ടൈപ്സ് ആണുള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും.
ഈ രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇനി തുടർന്ന് വരുന്ന 2 ലക്കങ്ങളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ലക്കത്തിൽ അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത ഹെഡിങ്ങിലേക്ക് കിടക്കാം. ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും ഇപ്പോൾ നമുക്ക് നേരത്തെ മനസ്സിലായി കഴിഞ്ഞു. ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം, ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ വേണം, സ്ഥാപനത്തിൽ പരസ്പര റിലേഷൻഷിപ്പൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഇനി അത്തരത്തിൽ നല്ല ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ, അത്യാവശ്യ ഗുണങ്ങൾ, ക്വാളിറ്റീസ്, എസെൻഷ്യൽ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1, there should be a clear line of authority. ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ലൈൻ ഓഫ് അതോറിറ്റി ക്ലിയർ ആയിരിക്കണം. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് വളരെ വ്യക്തമായിരിക്കണം. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് വളരെ വ്യക്തമായിരിക്കണം. 2, ആഡിക്വറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അധികാരങ്ങൾ കീഴുദ്യോഗസ്ഥർക്ക് പര്യാപ്തമായ രീതിയിൽ, അഡീക്വറ്റായ രീതിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. ഒരു റെസ്പോൺസിബിലിറ്റിയെ മാത്രം പോരാ, അതോറിറ്റിയും ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. ദെൻ 3rd one, ലെസ് മാനേജീരിയൽ ലെവൽസ്. നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ അവിടുത്തെ മാനേജീരിയൽ ലെവലുകളുടെ എണ്ണം കുറവായിരിക്കണം. മാനേജീരിയൽ ലെവൽ ലെസ് ആയിരിക്കണം, വളരെ ചെറുതായിരിക്കണം, കുറവായിരിക്കണം. 4th point, പ്രോപ്പർ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ അതായത് ഒരു സുപ്പീരിയർക്ക് നിയന്ത്രിക്കാവുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം, ഏൽപ്പിച്ചു കൊടുക്കുന്ന എണ്ണം ഒരു പ്രോപ്പറായിരിക്കണം, യുക്തിപൂർവമായിരിക്കണം. ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ അടുത്ത ലക്കത്തിൽ, ഇതിന് തുടർന്ന് വരുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പാൻ ഓഫ് കൺട്രോൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, 5th one, സിംപ്ലിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ അത് സിമ്പിളായിരിക്കണം, സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കണം, ഫ്ലെക്സിബിൾ സ്ട്രക്ചറും ആയിരിക്കണം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ. മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ നിയന്ത്രണ വ്യാപ്തി എന്നുള്ള ടോപ്പിക്കാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. വിവിധ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ തന്നെ ഇതിന് തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.